കോന്നിയിൽ 3 സ്ഥലത്ത് പിന്നെ ഉരുൾപൊട്ടലുണ്ടായി. വലിയ ഭാഗ്യം എന്നുകൂടി പറയാം. കാരണം 2 വീടുകളുടെ നടുക്കൂടെ 1.5 ഏക്കർ സ്ഥലം പോയി. 2 വീടിൻ്റെ നടുക്കൂടെ പോയി. അത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിയെങ്കിൽ 2 വീട് പോകുമായിരുന്നു. പക്ഷെ അവിടെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു നാശനഷ്ടം ഉണ്ടായില്ല. നടുക്കൂടെ പോയത് കാരണം അല്ലെങ്കിൽ ആളപായം ഉണ്ടായില്ല. പക്ഷെ റാന്നിയിലും ആറന്മുളയിലും താഴെ തിരുവല്ലയിലും 100 കണക്കിന് ക്യാമ്പുകളിൽ ഏതാണ്ട് 6000-ഓളം ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം. വീണ്ടും ആളുകളെ റെസ്ക്യൂ ചെയ്ത് ക്യാമ്പുകളിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് NDRFിൻ്റെ ഫോഴ്സിനെ അധികം കൊണ്ടുവന്നു. അവിടെ എറണാകുളത്തു നിന്നും പാലക്കാട് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഫയർഫോഴ്സിൻ്റെ അഡീഷണൽ ടീമിനെ കൊണ്ടുവന്നു. കൂടാതെ ഞാൻ വ്യക്തിപരമായി എൻ്റെ പ്രദേശത്തുകാരായ എൻ്റെ ജില്ലക്കാരായ കൊല്ലത്ത് നിന്നും 14 മത്സ്യത്തൊഴിലാളികൾ വന്നു. രാത്രിയിൽ അവർ പോയിട്ട് 100 കണക്കിന് ആളുകളെ റെസ്ക്യൂ ചെയ്ത് ക്യാമ്പുകളിൽ കൊണ്ടുവന്നു. രാത്രിയിൽ മുഴുവൻ ആളുകൾ വിളിക്കുകയാണ്. വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണ്. ആ സമയത്താണ് റെസ്ക്യൂ നടത്തേണ്ടത്. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അവിടെ നിന്നു നിങ്ങളിവിടെ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഞാൻ ഏത് ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3:30 മണിക്കും 4 മണിക്കും എൻ്റെ ബൈറ്റ് എടുത്തവരുണ്ട് അവിടെ വന്ന്. അവരാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകർ ഞങ്ങളും ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മനസാക്ഷിയുള്ള ഒരാൾ പറയൂ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയതാണെന്ന്? എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണിത്? ഈ സമയത്ത് തന്നെ വേണോ? ഇതിന് എന്ത് മെച്ചമാണ് കിട്ടാൻ പോണത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ മുഴുവൻ, ഞാനവിടെ റാന്നിയിലെ മീറ്റിംഗ് എടുത്തു, കോന്നിയിലെ മീറ്റിംഗ് എടുത്തു, ആറന്മുള മീറ്റിംഗ് എടുത്തു, തിരുവല്ലയിൽ മീറ്റിംഗ് എടുത്തു, ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി, പ്രളയമുണ്ടായ സ്ഥലത്ത് പോയി, എല്ലായിടത്തും പോയി. അതിനു മുമ്പ് ഷിഗല്ല ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം എനിക്ക് ഒരു കത്തയച്ചു. കത്തെനിക്ക് കിട്ടുന്നത് ഇന്ന് വൈകുന്നേരമാണെന്ന് കരുതുക. ഞാൻ പിറ്റേ ദിവസം പത്തനംതിട്ടയിൽ ഷിഗല്ല വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. പിറ്റേ ദിവസം, ഒരു ദിവസം മാറ്റി വെച്ചില്ല. അദ്ദേഹം നിഷേധിക്കട്ടെ, അങ്ങനെ ചെയ്തില്ല എന്ന് പറയട്ടെ. 1 മാസം മുമ്പ് പോയി പ്രളയ സമാനമായ സാഹചര്യമുണ്ടായാൽ എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് 1 മാസം മുമ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ക്യാമ്പുകളിൽ ടോയ്ലറ്റ് സൗകര്യമോ വൈദ്യുതി പ്രശ്നമോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ പോലും നമുക്ക് പല സ്ഥലത്തും ക്യാമ്പ് തുടങ്ങാൻ പറ്റിയത്. കാരണം 1 മാസം മുമ്പേ ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഞാൻ പറയുന്നത്, നമുക്ക് രാഷ്ട്രീയമാണ്, ആക്ഷേപങ്ങൾ പറയേണ്ടി വരും, ആരോപണം പറയേണ്ടി വരും. പക്ഷേ അതിനകത്തൊക്കെ ഒരല്പം മനുഷ്യത്വം കലർത്തി ആരോപണം ഉന്നയിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ. ഞാൻ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഒരു വാചകം ഈ പ്രളയ സമയത്തൊന്നും പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയാമോ? അവർ സ്വയം ആലോചിക്കേണ്ടതാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഭരണകക്ഷി MLA പ്രതിപക്ഷ MLA ഒന്നും കരുതിയിട്ടില്ല. അവിടെ അടൂര് അസംബ്ലിയിൽ ക്യാമ്പുണ്ട്, അദ്ദേഹം അവിടെയും പോയില്ല, കോന്നിയിലും പോയില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ക്യാമ്പുകളുള്ള പ്രയാസം നേരിടുന്ന 3 അസംബ്ലി മണ്ഡലങ്ങളിൽ പോയി. നമ്മൾ ആക്ഷേപമോ ആരോപണമോ ഒരു പഴയ കാര്യമോ താരതമ്യമൊന്നും ചെയ്യേണ്ട സമയമല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിമാർ പോയിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അത്തരം വിഴുപ്പലക്കലുകൾ ജനങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. അവർ ക്യാമ്പിൽ പ്രയാസം അനുഭവിക്കുകയാണ്. ആരും ക്യാമ്പിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നുമല്ല. മറ്റു മാർഗ്ഗമില്ലാതാണ് ഒരാൾ ക്യാമ്പിലേക്ക് പോകുന്നത്. കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ തുടരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ രാഷ്ട്രീയക്കാർ ഭരണപക്ഷം പ്രതിപക്ഷമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തായിരുന്നോ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അത് ചെയ്തില്ലായിരുന്നല്ലോ, ഞങ്ങൾ ഇത് ചെയ്തല്ലോ എന്നൊന്നും പറയേണ്ട ഒരു സമയമല്ല ഇത്. സമയം വരട്ടെ, നമുക്ക് പറയാം. ഇല്ല, സർക്കാരിന് തീരുമാനമുണ്ട്. സർക്കാർ അവരുടെ തെരച്ചിൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അവരുടെ പരാതികൾ കേട്ടിട്ടുണ്ട്. അവരിന്ന് രാവിലെയും മാധ്യമങ്ങളുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഊർജിതമായി വിഴിഞ്ഞത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട്, നീണ്ടകരയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ അവരെ ലഭിച്ചിട്ടില്ല. കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ്.
4-ാം തീയതി വൈകുന്നേരത്തേക്ക് ഒരു PMC യോഗം വെച്ചിരുന്നതാണ്. ശരിയാ താങ്കൾ പറഞ്ഞു, 4-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വെച്ചിരുന്നതാണ്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പം പുതിയ ഡേറ്റ് ആയിട്ടില്ല. ശരി, ആ മീറ്റിംഗ് കഴിയുമ്പോൾ റിപ്പോർട്ട് കൊടുക്കാമെന്ന് കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ആ വീഴ്ച എവിടെയാണ് ഉണ്ടായെന്നുള്ളത് അന്വേഷിക്കും. അത് വളരെ ഗൗരവത്തിൽ തന്നെ അന്വേഷിക്കും. പാടില്ലാത്തതായിരുന്നു അന്വേഷിക്കും.